ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനമഴിച്ച് വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ടിരുന്ന കൂനിയായ ഒരു സ്ത്രീ, അതിന്റെ 10-ാം വചനം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ഒരു ശബത്തിൽ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണുകളിൽ ഹല്ലേലൂയ ഒരു കാഴ്ച കണ്ടു. ഹല്ലേലൂയ, ഒരു കൂനിയായ ഒരു സ്ത്രീ. അവൾ 18 സംവത്സരമായിട്ട് കൂനിയായിരിക്കുകയാണ്. ഹല്ലേലൂയ, രോഗാത്മാവ് ബാധിച്ച് കൂനിയായ ഒരു സ്ത്രീ. ഹല്ലേലൂയ, രോഗാത്മാവ്, അത് രോഗമല്ല, രോഗാത്മാവ്, അശുദ്ധാത്മാവ്, ദുരാത്മാവ്, ഹല്ലേലൂയ, മനുഷ്യാത്മാവ്, ദൈവാത്മാവ് എന്ന് പറയുന്നത് പോലെ ഒരു ആത്മാവാണ്. ഹല്ലേലൂയ, സാത്താനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആത്മാവാണ് രോഗാത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അതിന് മരുന്നില്ല. ഹല്ലേലൂയ, വൈദ്യന്മാർ ചികിത്സിച്ചാൽ മരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ രോഗാത്മാവ് വിട്ടുമാറി കഴിയുമ്പോൾ അത് പൂർണ്ണമായി സൗഖ്യമുണ്ടാകുന്നു. എനിക്കറിയില്ല, ഇന്ന് പകൽക്കാല സ്വർഗം ഈ വചനത്തിൽ കൂടിയുള്ള ഒരു വിടുതൽ, ഹല്ലേലൂയ, സ്തോത്ര, പൈതലിന്റെ മേൽ മാത്രമല്ല നാം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ആ സ്ത്രീയെ കണ്ടിട്ട് ഹല്ലേലൂയ, സ്തോത്ര, അവളെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം, മുന്നോട്ട് വിളിക്കുകയാണ്. അടുക്ക വിളിച്ചു, അവളെ കണ്ട് അടുക്ക വിളിച്ചു. കാണുന്നു, അടുക്കലോട്ട് വിളിക്കുന്നു. എന്നിട്ട് പറയാണ്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഇന്ന് പകൽക്കാലം സ്തോത്രം, അടുക്ക വിളിക്കുന്നവൻ വെറുതെ വിടുകയില്ല. അടുക്കുന്നവൻ കണ്ടിട്ട് പോയെന്ന് പറയുക. അടുക്ക വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് തൊടും. അടുക്ക വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനൊന്ന് കൽപ്പിക്കും. ആമേ, ആമേ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ ഇതേ വചനത്തിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പറയുകയാണ്, കൂനിയായ സ്ത്രീ 18 സംവത്സരം കൊണ്ട് ഇവൾ കൂനി നടക്കുകയാണ്. ഹല്ലേലൂയ, നിവർന്നു നോക്കിയിട്ട് 18 വർഷമായി. ഇവൾക്ക് ആരെയും കാണുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, എന്നാൽ ഈ 18 വർഷവും ഇവൾ ഈ പള്ളിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ആഴമേറിയ ഒരു സത്യം. ഹല്ലേലൂയ, ഇന്നൊരു ചെറിയ തലവേദന വന്നാൽ നമ്മൾ കൂട്ടായ്മയ്ക്ക് വരികയില്ല. ഒരു ചെറിയ ഹല്ലേലൂയ തുമ്മൽ, 2 തുമ്മൽ തുമ്മിയാൽ ഹല്ലേലൂയ, സ്തോത്രം, ആരാധനയ്ക്ക് നമ്മൾ പോകയില്ല. അങ്ങനെയുള്ള നാം ഹല്ലേലൂയ, സ്തോത്രം, ഈ കൂനിയായ സ്ത്രീയെ ഒന്ന് നോക്കുകയാണെങ്കിൽ 18 സംവത്സരം കൊണ്ട് ഇവൾ കൂനി വഴിയരികിൽ കൂടി നടന്ന് ഈ യെരൂശലേം ദേവാലയത്തിലേക്ക് വരികയാണ്. ഇവളോട് ഒന്ന് നിർത്തി ചോദിച്ചാൽ ഹല്ലേലൂയ, അവൾ ചിലപ്പോൾ പറയുമായിരിക്കും, ഹല്ലേലൂയ, മശിഹ എന്ന് പറയുന്ന ഒരുവൻ വരുന്നുണ്ട്, വിടുവിക്കുവാനായി വരുന്നുണ്ട്. രണ്ടാമത് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഹല്ലേലൂയ വരുന്നുണ്ട്. അവൻ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ രക്ഷിപ്പാനായി വരുന്നു എന്നുള്ള ശ്രുതി ഇവളുടെ ചെവിയിലും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ അരുമ രക്ഷകനെ കാണുവാൻ ഹല്ലേലൂയ, യാഗപീഠത്തിന്മേൽ മഹാപുരോഹിതന്മാരും ഹല്ലേലൂയ, സ്തോത്രം, പള്ളി പ്രമാണികൾ ഉൾപ്പെടുന്ന ഒരു സംഘം അവിടെ യാഗം നടത്തുമ്പോൾ ഈ യാഗത്തിന്റെ മധ്യത്തിൽ ഉത്തരമരുളുന്നവനായി ഈ ലോകരക്ഷകൻ ഇറങ്ങി വരുമെന്നുള്ള ആ കാഴ്ച കാണുവാൻ, അത് അനുഭവിക്കുവാൻ ഇവൾ ഒരു ദിവസം പോലും മുടങ്ങാതെ യെരൂശലേം ദേവാലയത്തിലേക്ക് വരികയാണ്. അങ്ങനെ 18 സംവത്സരം ഹല്ലേലൂയ, അവളുടെ അകത്ത് തുളച്ചു നിന്ന വിശ്വാസം, രക്ഷകനെ കാണുവാൻ, ഇതിൽ നിന്ന് വിട്ടുവിക്കുന്നവനെ കാണുവാൻ, കുനിഞ്ഞ തന്റെ തലയെ നിവർത്തുന്നവനെ കാണുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൾ ആകാംക്ഷയോടെ ഒരു ദിവസം പോലും ഹല്ലേലൂയ മാറി നിൽക്കാതെ വരുമ്പോൾ, ഹല്ലേലൂയ,
സ്തോത്രം. ആ സ്ത്രീയുടെ വിശ്വാസം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ദിവസം എനിക്കൊരു വിടുതലുണ്ട്, ഒരു ദിവസം എന്റെ തല അവൻ നിവർക്കും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, നീ എന്റെ മഹത്വവും നീ എന്റെ പരിചയം, എന്റെ തല ഉയർത്തുന്ന ദൈവം. അപ്പൊ തലയുയർത്തുന്ന ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദിവസം യാഗപീഠത്തിൽ യാഗം നടക്കുമ്പോൾ, ആരാധന നടക്കുമ്പോൾ ഇറങ്ങി വരികയും അവൻ എന്നെ വിടുവിക്കുകയും ചെയ്യുമെന്ന്, ഹല്ലേലൂയ, എന്റെ തല നിവരുന്ന ഒരു ദിവസമുണ്ടെന്ന് പ്രത്യാശയോടെ കടന്നു വന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഒരുവൾ, ഹല്ലേലൂയ, അവളുടെ വിശ്വാസം കണ്ടിട്ട്, ഹല്ലേലൂയ, ഉപദേശിച്ചു കൊണ്ടിരുന്ന കർത്താവ് അവളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവൾമേലുള്ള ആ ബന്ധനത്തെ അഴിച്ച്, ഹല്ലേലൂയ, അവളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൾ നിവർന്നു, അവൾ ക്ഷണത്തിൽ നിവർന്നു, പിന്നത്തേതിലല്ല, ആ സമയം തന്നെ അവൾ നിവർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, എവിടെയെങ്കിലും നമ്മുടെ തല കുനിയപ്പെട്ടിരിക്കുന്നു എങ്കിൽ, എവിടെയെങ്കിലും ലജ്ജിക്കപ്പെട്ടു നിൽക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലും മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ ഒതുങ്ങിക്കൂടി ഒളിച്ചിരിക്കുന്നെങ്കിൽ, അതിന്റെ മധ്യത്തിൽ നിവർത്തി നിർത്തുന്ന ഒരു ദൈവം, മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ദൈവം, മാനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, അവിടെ കൂടി വന്നവരെല്ലാം പിറുപിറുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അന്നൊക്കെ ഇവന് ചെയ്യരുതോ എന്ന് പറഞ്ഞ് ഇതിനെ ഒരു വേലയായി കണക്കിട്ട്, ഇന്ന് അങ്ങനെയാണല്ലോ ആത്മീക ഗോളത്തിൽ പ്രൊഫഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവവേല പ്രൊഫഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, സ്തോത്രം, ഞാൻ കൂടുതൽ പറയുന്നില്ല, ദൈവദാസനെ ഇരുത്തിയിട്ട് പറഞ്ഞാൽ അതിനൊരു ഭംഗി കാണത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് വിട്ടിട്ട് മുന്നോട്ട് പോകുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പിറുപിറുപ്പും ഇതിനെതിരായുള്ള, ഹല്ലേലൂയ, ആക്രോശവും എഴുന്നേറ്റപ്പോൾ കർത്താവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളാണിവൾ. സ്തോത്രം, സ്തോത്രം. അബ്രഹാമിനെ, ഇവൾക്ക് പറയാനൊരു അവകാശമുണ്ട്. ഇവൾ ആരാണ്? അബ്രഹാമിന്റെ മകളാണ്. ഇവളുടെ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ കർത്താവ്, ഇവളുടെ ആ വിശ്വാസത്തിനാൽ അവൾ എടുത്ത പ്രവൃത്തിയെ കണ്ട കർത്താവ് ഇതാ അവളെ കുറിച്ച് പറയുകയാണ്, ഇവൾ അബ്രഹാമിന്റെ മകളാണ്. എന്താ അബ്രഹാമിന്റെ ഒരു പ്രത്യേകത? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, വിശ്വാസത്തിന്റെ പിതാവായ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരേണ്ടതിന്, ഹല്ലേലൂയ, മരത്തിന്മേൽ തൂക്കപ്പെട്ട്, ഹല്ലേലൂയ, നമ്മുടെ മേൽ കിടന്ന ശാപത്തെ ഏറ്റുവാങ്ങിയ നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ മേൽ കടന്നു വന്ന അനുഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിന്റെ മകൾ വിശ്വാസത്തിൽ, ഹല്ലേലൂയ, പ്രവൃത്തിയിൽ അവൾ അബ്രഹാമിന്റെ മകളായി. ഹല്ലേലൂയ, സ്തോത്രം. നാം അബ്രഹാമിനെ കുറിച്ചൊന്ന്, ഹല്ലേലൂയ, പഠിക്കുകയാണെങ്കിൽ അതിന്റെ നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8-ാം വചനത്തിൽ 7-8 വചനം നാം വായിക്കുമ്പോൾ, അവിടെ, ഹല്ലേലൂയ, മതിൽ പണിയൊക്കെയും നെഹെമ്യാവ് കഴിച്ചു തീർന്ന ശേഷം, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ എല്ലാവരെയും കൂട്ടി വരുത്തി എസ്രാ പുരോഹിതന്മാരും ലേവ്യരൊക്കെയും ചേർന്ന് ന്യായപ്രമാണ പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, ജനത്തിന് വായിച്ചു കേൾപ്പിക്കുകയാണ്. വായിച്ചു കേട്ട ഉടനെ ഇവർ എന്ത് ചെയ്യുവാൻ തുടങ്ങി? ഉപവാസത്തോടെ ദൈവസന്നിധി സമർപ്പിച്ച് തങ്ങളുടെ പാപങ്ങളെയെല്ലാം ഏറ്റുപറയുവാൻ തുടങ്ങി. അവിടെ പറഞ്ഞിരിക്കുന്നവർ 3 മണിക്കൂറോളം ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? അന്ന് ഒരു യാമത്തോളം, ഒരു യാമം എന്ന് പറയുമ്പോൾ ഏകദേശം 3-4 മണിക്കൂറോളം, ഹല്ലേലൂയ, എന്ത് ചെയ്യുകയാണ്? അവർ പാപം മാത്രം ഏറ്റുപറയുക. നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഏറ്റുപറയാനൊന്ന് താണിരുന്നെങ്കിലുണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗം ഇറങ്ങി വന്നേനെ നമ്മുടെ ഭവനത്തിനകത്ത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, അങ്ങനെ ഏറ്റുപറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, അവർ എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ 9 മണിയും കഴിഞ്ഞു പോകും. അതുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ആരാധന വെളിപ്പെടുകയാണ്. ആരാധന വെളിപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ, ഹല്ലേലൂയ, 7-ാം വചനത്തിൽ പറയുകയാണ്, അബ്രാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. ജനത്തിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോഴാണ്
ഉണർവ് വരാൻ തുടങ്ങിയത്. സ്തോത്രം. ദൈവം ചെയ്ത പ്രവർത്തികളും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പൊക്കെയും ഇവർ ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു പറയുവാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, അബ്രഹാമിനെ നീ എന്ത് ചെയ്തു? അബ്രഹാമിനെ അബ്രഹാം എന്ന പേരിട്ട് നീ തെരഞ്ഞെടുത്ത ദൈവമാണ് നീ. മാത്രമല്ല നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ പ്രവർത്തി ഹല്ലേലൂയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ വിശ്വാസം മാത്രമല്ല, പ്രവർത്തി മാത്രമല്ല, ദൈവത്തിന്റെ മുൻപാകെ അവന്റെ ഹൃദയം വിശ്വസ്തമായിരുന്നു. രാത്രിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഇവളും അബ്രഹാമിന്റെ മകളായിരിക്കാൻ ഇവളെ ഈ ബന്ധനത്തിലിരുന്ന് ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് കർത്താവ് പറയണമെങ്കിൽ അബ്രഹാമിന്റെ ആ എല്ലാ ക്വാളിറ്റീസ് ഇവളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ വാസ്തവം. ഹല്ലേലൂയ സ്തോത്രം. ഇവളിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അവൾ ഹല്ലേലൂയ ഭവനത്തിലിരുന്ന് കൂനിയാണെങ്കിലും മുന്നിൽ വരുന്ന വണ്ടി പോലും അറിയാതെ വണ്ണം ഹല്ലേലൂയ ആര് വന്ന് ഇടിക്കുമെന്ന് അറിയാതെ വണ്ണം ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൾ വഴിയോരത്തിൽ കൂടി നടക്കുന്നത് നമ്മളൊന്ന് ഭാവന കണ്ടേ. സ്തോത്രം. എത്ര പേർ കളിയാക്കി കാണും, എത്ര പേർ ചോദിച്ചു കാണും, നിനക്ക് വീട്ടിൽ ഇരുന്നൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇതൊന്നും വകവെക്കാതെ ആ ദൈവത്തിലുള്ള വിശ്വാസം എന്താ? ഒരു ദിവസം അവൻ എന്റെ തല ഉയർത്തും, ഒരു ദിവസം അവൻ എന്റെ തല ഉയർത്തും. ഈ കൂൻ എന്നിൽ നിന്ന് മാറും. എന്നെ കുനിപ്പിച്ചിട്ടിരിക്കുന്ന അനുഭവത്തിലിരുന്ന് എനിക്കൊരു വിടുതലുണ്ട് എന്നുള്ള വിശ്വാസം, അതിനുള്ള പ്രവൃത്തിയാണ് അവൾ ആലയത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. മാത്രമല്ല അവളുടെ ഹൃദയം ദൈവം വിശ്വസ്തമായി കണ്ടു. അവിടെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യേശു അവളെ കണ്ടിട്ട്, യേശു അവളെ കണ്ടു. എന്ത് കണ്ടു? അവളുടെ വിശ്വാസം കണ്ടു, അവളുടെ വിശ്വാസത്താലുള്ള പ്രവൃത്തി കണ്ടു. അവളുടെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയാൽ അവളുടെ ഹൃദയം ദൈവ സന്നിധിയിൽ വിശ്വസ്തമാണെന്ന് കണ്ടു. ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ ക്വാളിറ്റി ഒക്കെ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെ അവനൊന്ന് കാണുക തന്നെ ചെയ്യും. അവൻ വിളിക്കും, അവൻ അടുക്ക വിളിക്കും, അവനൊന്ന് തൊടും. ആമേൻ ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നിലൊരു വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും അതിനോടൊപ്പം എന്റെ ഹൃദയം വിശ്വസ്തമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ പിന്നെ അടങ്ങിയിരിക്കില്ല. അവൻ ഉപദേശം അവിടെ നിർത്തും. ഉപദേശം നിർത്തിയിട്ട് വിളിക്കും. ആമേൻ ഹല്ലേലൂയ. നീങ്ങിപ്പോരെ എന്ന് വിളിക്കും. അടുക്ക വിളിച്ചിട്ട് അവളെ ഒന്ന് തൊടും. പറയേണ്ടതല്ല അങ്ങ് പറയും. പിന്നത്തേതിൽ അവളുടെ തലയങ്ങ് ഉയരും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. അതുകൊണ്ട് എന്താ ചെയ്തത് കർത്താവ് അബ്രഹാമിന്? കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗസ്യർ എന്നിവരുടെ ദേശം കൊടുക്കും. അബ്രഹാമിന് കൊടുക്കും. ചിലരൊക്കെ കൊടുത്തു. ഹൃദയം വിശ്വസ്തമായി കണ്ടപ്പോൾ ഇതാണ് കൊടുക്കുകയാ. സഹോദരി പറഞ്ഞതുപോലെ ആ ദേശത്തിൽ മറ്റാർക്കും ഇല്ലാത്തതുപോലെയുള്ള ഒരു മനോഹരമായ ഭവനം ആ കൊടുത്തു. എന്താ? വിശ്വസ്തമെന്ന് കണ്ടപ്പോൾ. ഹല്ലേലൂയ. കൊടുക്കും. അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കും. നീ സന്തതിയെ കുറിച്ചാണോ കരയുന്നത്? നീ സന്തതിയെ കുറിച്ചാണോ വേവലാതിപ്പെടുന്നത്? അതിനൊരു അനുഗ്രഹം നിനക്ക് തരുന്ന ദൈവമുണ്ട്. നിന്റെ വിശ്വാസവും നിന്റെ പ്രവൃത്തിയും ഹല്ലേലൂയ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തമെന്ന് കണ്ടാൽ തലമുറയുടെ മേൽ പകരുന്ന ഒരു ദൈവത്തിന്റെ കൃപ അത് മാഞ്ഞു പോകാത്തതാണ്. അവിടെ അടുത്തത് പറയുകയാണ്, അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോടൊരു നിയമം ചെയ്തു. ഇന്ന് പകൽക്കാലം ഇന്ന് മുതൽ 7 ദിവസം ഫാസ്റ്റിങ്ങിലാണ്. ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. അടുത്ത ഞായറാഴ്ച ഉച്ചവരെ ജീസസ് 1-ാം ദിവസത്തിൽ ദൈവസന്നിധി താണിരുന്നപ്പോൾ ഈ വചനമാണ് ദൈവം എന്നെ കൊണ്ടുതന്നത്. ഇത് ഇങ്ങനെ കൊണ്ടുതന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇന്നലെ ഒരു നിയമം, ഇന്നും ഒരു നിയമം. മിക്കവാറും പാസ്റ്റർ പറയും
നിയമമല്ലാതെ മറ്റൊന്നില്ല എന്ന് പറയത്തക്കവണ്ണം എൻ്റെ പ്രസംഗമായിപ്പോയോ എന്ന് ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ദൈവസന്നിധിയിലിരുന്നപ്പോൾ ദൈവം ഇതിൽ കൂടി അനേകം മർമ്മങ്ങളെ അടിയനെ വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. നിയമം ചെയ്തു, അബ്രഹാമിനോട് നിയമം ചെയ്യുകയാ. ഹല്ലേലൂയ. എന്താ നിയമം ചെയ്ത? നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം എല്ലാം തരും. നിയമം ചെയ്തപ്പോൾ സന്തതി ഉണ്ടായിരുന്നോ? ഇല്ല. ശൂന്യതയിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, കാണാതെ നിൽക്കുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ശരീരം നിർജീവമായി കൊണ്ടിരിക്കുമ്പോൾ, യാതൊരു പ്രത്യാശയ്ക്ക് കാര്യവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ സ്വർഗത്തിൽ നിന്ന് പറയുകയാ, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുവാൻ പോകുകയാ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിൽ ദേശത്തെ വിട്ട് പുറപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോ. നീ സകലതും വിട്ട് പുറപ്പെട്ട് പിതൃഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, ദേശത്തെ വിടണം. നീ പുറപ്പെട്ടു പോണം. പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോണം. ഹല്ലേലൂയ. അതുവരെ കുട്ടി വിഗ്രഹങ്ങളുമായി അപ്പനുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും തലയിലെടുത്തുകൊണ്ട് ഊരൂരായി തിരിഞ്ഞ് വീറ്റ് പണമുണ്ടാക്കി അപ്പന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് അടുത്ത ഉണ്ടാക്കുന്ന ദൈവത്തെ നമസ്കരിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനോട് സ്വർഗം വിളിച്ചു പറയുക, നീ പുറപ്പെട്ടു പോകണം. അവിടെ പുറപ്പെടുവാൻ തയ്യാറായപ്പോൾ ഇതാ ഒരു വാഗ്ദത്തം കയ്യിൽ കൊടുക്കുകയാണ്. 12:1 മുതലുള്ള വചനം വായിക്കുമ്പോൾ 7 അനുഗ്രഹങ്ങളാൽ, 7 വാഗ്ദത്തങ്ങളാൽ സന്തതിയുടെ മേലുള്ള, തലമുറയുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഉൾപ്പെടെ തലമുറ ഇല്ലാതിരിക്കുമ്പോൾ ഇതാ വാഗ്ദത്തം കൊടുത്ത് അവനെ പുറപ്പെടുവിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കൂടെ, ഹല്ലേലൂയ, സ്തോത്രം, പുറപ്പെട്ടു വന്ന ലോത്ത് പിരിഞ്ഞു പോയതിനു ശേഷം പിരിയേണ്ടത് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും വാഗ്ദത്തത്തെ ഉറപ്പിക്കുകയാണ്. നമ്മുടെ മേലുള്ള വാഗ്ദത്തം ഉറപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ 15-ാം അധ്യായം എത്തിയപ്പോൾ ഇതാ, ഹല്ലേലൂയ, സ്തോത്രം, 5 രാജാക്കന്മാരെ ജയിച്ച് ലോത്തിനെ രക്ഷപ്പെടുത്തി. ഹല്ലേലൂയ. മെൽക്കിസേദെക്കിന്റെ ഹല്ലേലൂയ ക്രമപ്രകാരം ഹല്ലേലൂയ ദശാംശം കൊടുത്ത് ഹല്ലേലൂയ ശ്രേഷ്ഠ പുരോഹിതന്റെ കയ്യിലിരുന്ന് അപ്പവും വീഞ്ഞും വാങ്ങി ഭക്ഷിച്ച് ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ടവരായി വന്നിരുന്നെങ്കിലും പെട്ടെന്ന് തന്റെ അകത്ത് ഗ്രഹങ്ങളെല്ലാം എന്റെ ഹല്ലേലൂയ ദാസനായ, എന്റെ വേലക്കാരനായ എലയാസറിനല്ലേ പോകുകയുള്ളൂ, ഇതുവരെയും സന്തതിയെ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഇതെല്ലാം എങ്ങനെയാകും? സ്തോത്രം. ഭയപ്പെട്ടുകൊണ്ടിരുന്ന ഹല്ലേലൂയ അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ഇതാ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലവുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കായി എല്ലാമായി ഞാനുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയും ഹല്ലേലൂയ അബ്രഹാം ചോദിക്കുകയാണ്, ഞാൻ ഇതെല്ലാം എന്തോന്ന് ഞാൻ അറിയും? സ്തോത്രം, സ്തോത്രം. എനിക്കൊരു അവകാശമായി തിരിപ്പാൻ എനിക്കൊരു മകനില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. തലമുറയെ കുറിച്ച് ആവലാതി കൊണ്ട് വാഗ്ദത്തം കേട്ടു, വാഗ്ദത്തം ഹല്ലേലൂയ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനോ തന്റെ കരങ്ങളാൽ എടുത്തൊന്ന് താലോലിക്കുവാനോ കഴിയാതെ വണ്ണം ഹല്ലേലൂയ അബ്രഹാം സങ്കടപ്പെടുമ്പോൾ കർത്താവ് കൂടാരത്തിനകത്ത് നിന്ന് കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതുപോലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് തലമുറയെ തരും. വാഗ്ദത്തം ഉറപ്പിക്കുകയാ. വീണ്ടും 3ാമത് വാഗ്ദത്തം ഉറപ്പിക്കുക. പ്രിയ ദൈവ വൈതലേ, നിന്നോട് കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അബ്രഹാമിന്റെ മകളാണോ? നീ വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഹൃദയത്തിനകത്ത് നീ വിശ്വസ്തതയിലുമാണോ? ഹല്ലേലൂയ, സ്തോത്രം. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ആമേൻ എന്നമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്റെ സന്തതിയുടെ ബന്ധനം അഴിക്കുന്ന ഒരു ദൈവം. കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന് കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ചിലത് കാണിച്ചിട്ട് നിന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവം. രാത്രി നാം സാധാരണക്കാരല്ല ദൈവമക്കളെ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്നും ഹല്ലേലൂയ, സ്തോത്രം, നാം അവിടെ കാണുകയാണ്
ഹാലലിയ അബ്രഹാം അതങ്ങ് വിശ്വസിച്ചു. നക്ഷത്രം പോലെ, നക്ഷത്രം പോലെ, കടൽക്കരയിലെ മണൽ പോലെ ഹല്ലേലൂയ അങ്ങ് വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചതവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. നീതിയായി കണക്കിട്ടു. ദൈവത്തെ അവനങ്ങ് വിശ്വസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോൾ, അവനിൽ അത് നീതിയായി പരിണമിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ അതിന്റെ താഴെ 15-ാം അധ്യായത്തിൽ ദൈവമൊന്ന് ഹല്ലേലൂയ തീരുമാനിച്ചു, ഇവരുമായി എനിക്കൊരു നിയമം ചെയ്യാം. ഇവനോടിങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാകില്ല. ഇവനോടൊന്ന് നിയമം ചെയ്യണം. നിയമം ഇന്നലെ നാം കണ്ടു. ഹല്ലേലൂയ ദാവീദിനോടും അഹരോനോടും കണ്ട ലവണ നിയമം. ഹല്ലേലൂയ അതൊരു നിയമ രക്തമായി, ഹല്ലേലൂയ സ്തോത്രം, നിയമമായി കാൽവറിയിൽ നമുക്ക് വേണ്ടി അത് യാഗമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ അത് ഹല്ലേലൂയ നമ്മൾ വീണ്ടെടുക്കത്തക്കവണ്ണം, നിത്യതയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം അത് ആ നിയമം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം പരിണമിച്ചു എങ്കിൽ ഇന്ന് രാത്രിയിൽ ഇത് അബ്രഹാമിനോടൊരു നിയമം. എന്താ നിയമം? അബ്രഹാമിനോട് പറഞ്ഞു, 3 വയസ്സുള്ള ഹല്ലേലൂയ സ്തോത്രം പശുക്കിടാവിനെയും 3 വയസ്സുള്ള ആട്ടുകൊറ്റനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഒരു കുറുപ്രാവിനെയും 1 വയസ്സ് പ്രായമുള്ള ഒരു പ്രാവിൻ കുഞ്ഞിനെയും നീ എടുത്ത് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യാഗത്തെക്കുറിച്ചും യാഗത്തിന്റെ ഹല്ലേലൂയ രീതികളെ കുറിച്ചും നല്ലതുപോലെ വ്യക്തമായി അറിയുന്ന അബ്രഹാം കർത്താവ് പറഞ്ഞതുപോലെ ഇതിനെയൊക്കെയും കൊണ്ടുവന്ന് ഹല്ലേലൂയ അവിടെ കർത്താവ് പിളർക്കാൻ പറഞ്ഞത് ഒന്നും നമുക്ക് അവിടെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ കൊണ്ടുവരാനേ പറഞ്ഞുള്ളൂ. പക്ഷേ യാഗത്തിന്റെ രീതി അറിഞ്ഞ അബ്രഹാം പിളർക്കേണ്ടതിനെല്ലാം അവിടെ പിളർന്നു. ലേവ്യപുസ്തകം 1-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നു, പ്രാക്കുഞ്ഞിനെയും കുറുപ്രാവിനെയും പിളർക്കരുത്, അത് ദഹിപ്പിക്കുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ സ്തോത്രം അവിടെ പശുക്കിടാവിനെയും കോലാടിനെയും ആട്ടുകൊറ്റനെയും അവിടെ പിളർന്നു. രക്തം അവിടെ വീണു. ഹല്ലേലൂയ 2 ഹല്ലേലൂയ ഭാഗവും നേർക്കുനേർ വെച്ചു. അവിടെ കാത്തിരിക്കുകയാണ്. പറഞ്ഞ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യാഗത്തിനായി ഒരുക്കിയ വസ്തുവുമായി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ ഇതിനിടയിൽ കുറച്ച് റാഞ്ചൽ പക്ഷികൾ കടന്നു വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ അബ്രഹാം ആട്ടിക്കളഞ്ഞതായി പറയുന്നു. ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, നമ്മുടെ അകത്ത് നന്മയായ ഒരു കാര്യമാണ് ദൈവവചനം. ഇത് നമ്മുടെ അകത്തോട്ട് വീണ് നമ്മളിൽ ഒരു യാഗം നടക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് തന്റെ ഉപമയിൽ കൂടി പറഞ്ഞു, വഴിയരിക വീഴുന്ന വിത്തിനെ എന്ത് ചെയ്യുന്നു? പറവകൾ വന്ന് കൊത്തിപ്പിറക്കിക്കൊണ്ട് പോകുന്നു. യാഗത്തിന് മുൻപായി യാഗത്തെ ഹല്ലേലൂയ സ്തോത്രം ലക്ഷ്യമാക്കുവാനായി, യാഗത്തെ ഇല്ലാതാക്കുവാനായി വീഴുന്ന വിത്തിനെ, വീഴുന്ന വചനത്തെ, വീഴുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കിനെ കോട്ടിക്കളയുവാൻ പറന്നിറങ്ങുന്ന റാഞ്ചൽ പക്ഷികൾ രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ വചനം കേട്ടുകഴിഞ്ഞ് ഹൃദയത്തിലേക്ക് വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു യാഗം നടക്കണം. വചനം കേട്ടിട്ട് മാർക്കിട്ടിട്ട് പോകുവാനല്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുറച്ച് നോട്ടെടുത്തിട്ട് പോകുവാനല്ല കേട്ടോ. ഹല്ലേലൂയ കേട്ടത് അകത്ത് യാഗം നടക്കണം. അകത്ത് യാഗം നടക്കുമ്പോഴാണ് അവിടെ ദൈവം പ്രസാദിക്കുന്നത്. ഹാബേലിന്റെ യാഗത്തിൽ സ്വർഗം പ്രസാദിച്ചു. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാഞ്ചൽ പക്ഷി ഇറങ്ങി നിന്റെ യാഗത്തെ കെടുത്തുവാൻ ഇറങ്ങുന്ന സകല പറവകളെയും അബ്രഹാം ആട്ടിക്കളഞ്ഞതുപോലെ ആട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവസന്നിധി യാഗത്തിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ചില പ്രസാദം, ചില അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് നിന്റെ മേൽ ഇറങ്ങി വരും. ഈ ദിവസങ്ങളിൽ ഒരു യാഗമായി മാറുവാൻ. അതുകൊണ്ടാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പത്രോസ് വിളിച്ചു പറഞ്ഞത്, ജീവനുള്ള കല്ലുകളായി നമ്മളെ അവൻ ആത്മീക ഗ്രഹമായി പണിയുമ്പോൾ അവിടെ ഒരു ആത്മീക യാഗം നടക്കുന്നു. അത് നടത്തുന്ന വിശുദ്ധ പുരോഹിതന്മാരല്ലോ നാം. സ്തോത്രം, 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 സ്തോത്രം. ആത്മീക യാഗം വിത്ത് വീണ് കഴിയുമ്പോൾ ഒരു ആത്മീക യാഗം. ജീസസ്. വചനം ഹല്ലേലൂയ മുകളിലിരുന്ന് ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിന് കിട്ടിക്കഴിഞ്ഞു. നീ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ചെയ്യുക.
ദൈവത്തിന്റെ കൽപ്പന കിട്ടി, ദൈവത്തിന്റെ ആജ്ഞ കിട്ടി. എന്തിനു വേണ്ടി? ഒരു യാഗത്തിന് വേണ്ടി. ദൈവത്തിന്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെട്ടു. ഹല്ലേലൂയ. ദൈവവചനം അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടത് നാം വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, അത് യാഗമായി പരിണമിക്കുമ്പോൾ അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം എതിരായി എഴുന്നേൽക്കുന്നതിനെ ആട്ടിക്കളഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം നല്ലൊരു യാഗമായി തീരുവാൻ സ്വർഗകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. അവിടെ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നാം അവിടെ 15-ാം അധ്യായത്തിൽ വീണ്ടും കാണുന്നു. ഹല്ലേലൂയ, അവനൊരു ഗാഢനിദ്ര വന്നു. കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയെങ്കിലും കർത്താവിനെ കണ്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്ത് ചെയ്യുകയാണ്? വീണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, ഇതിനെയൊക്കെ ആട്ടിക്കളഞ്ഞിട്ട് യാഗത്തിന് വേണ്ടി തന്നെ ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന അബ്രഹാം അല്പം ഒരു ഗാഢനിദ്രയിൽ വീണു. ഇത് കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. 12-ാമത്തെ വചനം, പീഡിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പിളർത്തി വെച്ചിരിക്കുന്ന ഈ മൃഗങ്ങളുടെ പിളർപ്പുകളുടെ നടുവിൽ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാ. സൂര്യൻ അസ്തമിച്ചു. ഹല്ലേലൂയ. ഇതിന്റെ ഇടയ്ക്ക് പലതും ഇതിനെ തടസ്സം ചെയ്യാൻ കടന്നു വന്നു, ആട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഇതാ ഒരു ഗാഢനിദ്രയിലേക്ക് കടന്നുപോയ അബ്രഹാം, ഹല്ലേലൂയ, സ്തോത്രത്തിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു ഭീതി ഉണ്ടാകുവാൻ തുടങ്ങി. ഒരു അന്ധതമസ്, ഒരു കൂരിരുട്ടിന്റെ അനുഭവം ഉണ്ടാകുവാൻ തുടങ്ങി. അടുത്തത് എന്ത് നടക്കുമെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിലും ചില ഇരുട്ടിന്റെ അനുഭവങ്ങൾ, തപ്പിത്തടയുന്ന അനുഭവങ്ങൾ, ചില പ്രതികൂല അവസ്ഥകൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭീതി അകത്തളത്തിൽ വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇതാ സ്തോത്രം, അവിടെ ഇറങ്ങി വരികയാണ് ഗാഢനിദ്രയിലായ അബ്രഹാമിന്റെ അടുക്കലേക്ക്. സ്തോത്രം, സ്തോത്രം. എങ്ങനെയായിരിക്കും ഗാഢനിദ്രയിലുണ്ടായ ദർശനത്തിനകത്ത്? നമുക്ക് യോബിന്റെ പുസ്തകത്തിലേക്കൊന്ന് പോകാം. യോബിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം, ജീസസ്, ഹല്ലേലൂയ, 13-ാമത്തെ വചനം. ഹല്ലേലൂയ. അതിലിങ്ങനെ പറയുന്നു, മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കും നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ എന്ത് വന്നു? ഗാഢനിദ്ര. ഈ ഗാഢനിദ്രയ്ക്കകത്ത് രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ, സ്തോത്രം, സ്തോത്രം, മനോഭാവനകൾ, നമ്മുടെ മനസ്സിലുള്ള ഭാവനകളൊക്കെയും രാത്രി ദർശനത്തിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവിടെ പറയുന്നതാണ് ഭയവും നടുക്കവും പിടിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്ഷകനെ സ്തോത്രം ചെയ്യുന്നു. ഭയവും നടുക്കവും. നമ്മുടെ മനോഭാവന എന്താ? ഹല്ലേലൂയ. വീണ വിത്ത്, ഹല്ലേലൂയ, അതിനകത്ത് യാഗം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മനോഭാവനയ്ക്ക് വ്യത്യാസം വരികയുള്ളൂ. ഹല്ലേലൂയ. നിയമം ചെയ്യുവാനായി നമ്മളെ വിളിച്ച് അടുക്കൽ നിർത്തിയ കർത്താവിന്റെ ശബ്ദം കേട്ടില്ല എങ്കിൽ ചില ഭീതിയിലേക്കും നടുക്കത്തിലേക്കും നമുക്ക് പോകേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ മനസ്സിനകത്ത് എന്താ നടക്കുന്നത്, ഇനി അടുത്തത് എന്താണെന്ന് അറിയാതെ നാം കലങ്ങിയിരിക്കുകയാണെങ്കിൽ മനോഭാവനകളാൽ നമുക്ക് എന്തുണ്ടാകും? ഹല്ലേലൂയ, ഭയവും നടുക്കവും ഉണ്ടാകും. അസ്ഥികൾ കുലുങ്ങിപ്പോകും. എന്നാൽ വീണ വിത്തിനകത്ത് നടക്കേണ്ട യാഗം നടന്നു കഴിയുമ്പോൾ, ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചു കഴിയുമ്പോൾ, വാഗ്ദത്തത്തെ ഹൃദയത്തിന്റെ അകത്ത് നിർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, പ്രത്യാശയോടാണ് നീയും ഞാനും യാത്ര ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഭയമില്ല, നമുക്ക് നടുക്കമില്ല, നമുക്ക് ഭീതിയില്ല. രക്ഷിക്കുന്നവനായ കർത്താവിനെ, നിയമം ചെയ്തവനായ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കുവാൻ സാധിക്കും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം തന്നെ 34-ാം അധ്യായത്തിലേക്ക്, 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ, ഹല്ലേലൂയ, 17-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. 15-ാമത്തെ വചനം, ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്തോത്രം, അവരുടെ കിടക്കയിൽ നിദ്ര കൊള്ളുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഒരു ഗാഢനിദ്ര ഉണ്ടാകുമ്പോൾ, സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇവിടെ അബ്രഹാമിന്റെ
ഗാഠനിദ്രയ്ക്കകത്ത് ദൈവം അവന്റെ ചെവി തുറക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, രാത്രിയിലുണ്ടാകുന്ന ഗാഠനിദ്രയ്ക്കകത്ത് ഹല്ലേലൂയ എന്റെ ചെവി ഒന്ന് തുറക്കത്തക്കവണ്ണം എന്നെ രാത്രി ദർശനത്തിൽ നിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കുമാറാകണമേ. ശാന്തരേതന ഹല്ലേലൂയ. രാത്രി ദർശനത്തിൽ എന്റെ ചെവി ഒന്ന് തുറക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം? എന്റെ ചെവി ഒന്ന് തുറക്കണമേ കർത്താവേ. അവിടെ പറയുകയാണ്, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. ഇതു തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ചെയ്ത നിയമം. അവൻ മുദ്രയിടുകയാണ്. എന്താ അവൻ മുദ്രയിട്ടത്? നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിൽ കാണുന്ന മണലിനെ പോലെയും ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിച്ച് നീ കാണുന്ന ദേശമൊക്കെയും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കും. അബ്രഹാമേ, നീ ഒറ്റയല്ല, നിന്റെ മുൻപിൽ വലിയൊരു ജനമുണ്ട്. നാം പറയും ഞാൻ ഒറ്റയ്ക്കാണ്. ഇല്ല, എന്നോട് കൂടെ വലിയൊരു സൈന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം അത് ഹല്ലേലൂയ ധ്യാനിച്ചതാണ്. ഒറ്റയ്ക്ക് ഗുഹയ്ക്കകത്തിരുന്ന ദാവീദിനോട് കൂടെ പിന്നീട് എന്താ ഉണ്ടായത്? വലിയൊരു സൈന്യം, ദൈവത്തിന്റെ സേന പോലൊരു സൈന്യം ഉണ്ടായി എന്നതുപോലെ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ സന്തതി വലിയൊരു സൈന്യത്തെ പോലെ നിന്നോട് കാണും. ജീസസ് ഇവിടെ പറയുന്നു, നിന്റെ പ്രബോധനത്തിന് അവൻ എന്ത് ചെയ്യുന്നു? മുദ്രയിടുന്നു. അവിടെ നിയമം ചെയ്യുകയാണ്. കാളക്കുട്ടിയുടെ പിളർപ്പിൽ കൂടി ഹല്ലേലൂയ രക്തത്തിന്റെ അകത്തുകൂടി ഇതാ വലിയൊരു പുകയുന്ന തീച്ചൂള പോലെ ഒരു വലിയൊരു പന്തം പോലെ കടന്നു എന്നിട്ട് അവിടെ പറയുന്നു, ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു. 15-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 17-ാമത്തെ വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ 13 തൊട്ടുള്ള വചനത്തിൽ അവിടെ ശബ്ദം കേൾക്കുകയാണ്. ഗാഠനിദ്രയ്ക്കകത്ത് ചെവി തുറക്കപ്പെട്ട അബ്രഹാമിന്റെ ചെവികളിൽ കേൾക്കുന്നത് എന്താണ്? അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ 13-ാമത്തെ വചനം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ഇങ്ങനെയുള്ള വാഗ്ദത്തം വിളിച്ചു പറഞ്ഞിട്ട് ഇതാ പിന്നീട് 17-ാമത്തെ വചനത്തിൽ കാണുകയാണ്, സൂര്യൻ അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും, പീഡിപ്പിക്കുവാൻ വരുന്നവരുടെ കയ്യിലിരുന്ന് ഞാൻ അവനെ വിടുവിക്കും. നീ കാലസമ്പൂർണതയിൽ നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങളെ അബ്രഹാമിനോട് വീണ്ടും കൈമാറുകയാണ്. എങ്ങനെ നിയമം ചെയ്ത്, എങ്ങനെ ഉടമ്പടി ചെയ്ത്, എങ്ങനെ തീയിൽ കൂടി കടന്നുപോയി തീ കൊണ്ട് ഉത്തരം പറയുന്നവനാകിയ ദൈവം പുകയുന്ന തീച്ചൂളയായി ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ ഇതുപോലെ ഹല്ലേലൂയ അവിടെ ഒരു പന്തം കടന്നുപോയിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നോട് നിയമം ചെയ്യുകയാ. രക്തം കൊണ്ട് മാത്രമല്ല കേട്ടോ, ഉപ്പ് ലവണ നിയമം മാത്രമല്ല, രക്തം കൊണ്ട് മാത്രമല്ല, ഇതാ തീ കൊണ്ട് ഉത്തരം പറയുന്ന ദൈവം തീയായി ഇറങ്ങി വന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീ ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോട് നിയമം ചെയ്യുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. അവൻ പ്രബോധനയ്ക്ക് മുദ്രയിട്ടു. എങ്ങനെ മുദ്രയിട്ടു? അവിടെ ഒഴുകിക്കിടന്ന രക്തത്തെ തീയില് വെച്ചുകൊണ്ട്, രക്തത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, അവിടെ രക്തത്തിനാൽ ഹല്ലേലൂയ സ്തോത്രം രക്തത്തെ ഒരു അടയാളമായി നിർത്തിക്കൊണ്ട് തീയിൽ തീയായി കടന്നുപോയി അവിടെ എന്ത് ചെയ്യുകയാണ്?
പ്രബോധനത്തിന് മുദ്ര വെച്ചു, വാക്തത്വത്തിന് മുദ്ര വെച്ചു. ഇന്ന് പകൽകാലം ദൈവ പൈതങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, തീയായി ഇറങ്ങി വരുന്ന കർത്താവ്, തീയായി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമുക്കുണ്ട് എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ അവൻ കാൽവരിയിൽ രക്തം ചിന്തി നിയമം ചെയ്തെങ്കിൽ അവൻ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തെ അറിയാത്തവർ തീ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഉപ്പിടപ്പെടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന ദൈവവൈതലേ, നിന്നെയും തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രവൃത്തി പുറത്തു വരുമ്പോൾ നീ വരുന്നത് പൊന്നുപോലെ ആയിരിക്കും, നീ വരുന്നത് പൊന്നുപോലെ ആയിരിക്കും. തീ കൊണ്ട് ഉത്തരമരുളുന്നവൻ, തീ കൊണ്ട് നിയമം ചെയ്തവൻ, തീയായി ഇറങ്ങി വന്നവൻ ഇന്ന് നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരിക. എന്തിനാന്നറിയാമോ? നീയുമായി ഒരു നിയമം ചെയ്യുവാൻ, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കാൻ, നിന്റെ തലമുറയെ വർദ്ധിപ്പിക്കുമെന്നൊന്ന് പറയുവാൻ. ഹല്ലേലൂയ ഇപ്പോൾ നീ ആലോചിക്കും, ഹല്ലേലൂയ സ്തോത്രം എങ്ങനെ സാധ്യം? പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിച്ച സ്ഥാനത്ത് 9-ാം അധ്യായത്തിൽ അവിടെ 8-ാം വചനത്തിന്റെ അവസാനം പറയുന്നു, അവന്റെ സന്തതിക്ക് തന്നെ കൊടുക്കുമെന്ന് നീ അവനോടൊരു നിയമം ചെയ്തു, നീ നീതിമാനായിരിക്കാൻ നിന്റെ വചനങ്ങളെ നിവർത്തിച്ചിരിക്കും. രണ്ടുപേർ തമ്മിലുണ്ടായ ദമ്പടി, രണ്ടുപേർ തമ്മിലുണ്ടായ നിയമം, ഒന്ന് അബ്രഹാം, ഒന്ന് ദൈവം. അബ്രഹാം തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്ത ഹല്ലേലൂയ സ്തോത്രം നീതിമാൻ. ആമേൻ 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 ആമേൻ. ഓ റിവാറക ശാന്തരേതന. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ നീതിമാന്മാരായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നീതിമാൻ, നാം വിശ്വസ്തർ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയുടെ യാമത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കാരണം നമ്മളോട് വാഗ്ദത്തം ചെയ്തവൻ നീതിമാനാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? തന്റെ വാഗ്ദത്തത്തെ മാറ്റുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നിന്നോട് ചെയ്യുന്ന നിയമം രക്തം കൊണ്ട് മാത്രമല്ല, നിന്നോട് ചെയ്യുന്ന നിയമം തീ കൊണ്ടാണ്. തീ കൊണ്ട് നിന്നോട് നിയമം ചെയ്തു കഴിഞ്ഞാൽ നീ വിശ്വസ്തനാണെങ്കിൽ അവൻ നീതിമാനായതുകൊണ്ട് തന്നെ തീയിനാൽ നിന്നെ ശോധിക്കുമ്പോൾ നീ പുറത്ത് പൊന്നുപോലെ പുറത്തു വരത്തക്കവണ്ണം സ്വർഗം നിന്റെ മേൽ ഒരു തീയുടെ ആവരണം, തീയുടെ ആവരണം. കഴിഞ്ഞ ദിവസം ദൈവദാസന വചനം പറയുകയുണ്ടായി. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് തീമതിലായിരിക്കും. ആമേൻ 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 ആമേൻ. അത് നിന്റെ സന്തതിയുടെ വർധനവിനാ, നിന്റെ സന്തതിയുടെ വിടുതലിനാ, നിന്റെ സന്തതിയുടെ ബന്ധനങ്ങളെ അഴിക്കുവാനാ, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുവാനാ. തീ ഹല്ലേലൂയ നിനക്ക് അടയാളമായി പുകയുന്ന തീച്ചൂള ഒരു പന്തമായി കടന്നുപോയി. ഇതാ നിയമം ചെയ്തു. ഹല്ലേലൂയ സ്തോത്ര. യോബിന്റെ പുസ്തകത്തിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര ഇവിടെ കാണുന്നു, മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാൻ തന്നെ. എന്തിനാ അവൻ ഹല്ലേലൂയ ഗാഢനിദ്രയിൽ ചെവി തുറന്നിട്ട് ചില പ്രബോധനങ്ങളാൽ നിനക്ക് മുദ്രയിടുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ചിലരുടെ ദുഷ്കർമ്മത്തിൽ ഹല്ലേലൂയ നമ്മളെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ, ഹല്ലേലൂയ പുരുഷന്റെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഒരു രക്ഷ, ചിലതിൽ നിന്നൊരു വേർപാട് നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ നിന്റെ ചെവി തുറന്ന് സ്വർഗത്തിന്റെ ശബ്ദം നീ കേൾക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അതിനായി ആത്മാവിൽ ഒരു ഗാഢനിദ്ര തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുവാൻ തയ്യാറായാൽ നിന്റെ ദർശനത്തിൽ കൂടി നിന്റെ ചെവിയെ തുറന്ന് ചിലത് മുദ്രീകരിക്കുമ്പോൾ ഹല്ലേലൂയ ചില ദുഷ്കർമ്മങ്ങൾ, ചില ഹല്ലേലൂയ സ്തോത്രം ഗർവങ്ങൾ നിന്റെയും എന്റെയും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് രക്ഷയിലേക്ക് വഴി നടത്തുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ മൃഗങ്ങളുടെ പിളർപ്പിൽ കൂടി, രക്തത്തിന്റെ നടുവിൽ കൂടി, ഹല്ലേലൂയ മൃഗങ്ങളുടെ രക്തം ഒഴുകിക്കിടക്കുന്നതിന്റെ നടുവിൽ കൂടി തീയായി കടന്നു വന്ന് നിയമം ചെയ്ത കർത്താവ്.
പിന്നത്തേതിൽ ഹല്ലേലൂയ പ്രവാചകൻ മൂലം പറയുന്ന ഒരു വാക്യമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ അരുളപ്പാട്, കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ ഹല്ലേലൂയ സകലത്തെയും ഞാൻ എന്ത് ചെയ്യും? ശത്രുവിന്റെ കയ്യിലേൽപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചെയ്ത നിയമത്തെ, ദൈവം കൊടുത്ത നിയമത്തെ അവിശ്വസ്തത കാണിച്ച് അവിശ്വസിച്ചുകൊണ്ട് പുറന്തള്ളുകയാണെങ്കിൽ ഹല്ലേലൂയ പിളർന്നു പോയ അതേ ഹല്ലേലൂയ സ്തോത്രം പിളർപ്പുകളിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം കടന്നുപോയി പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം മാറ്റിയിട്ട് കർത്താവ് എന്ത് ചെയ്യും? ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവിശ്വസ്തത ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ അവിശ്വാസം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ വിശ്വാസത്താൽ ഉണ്ടാകുന്ന പ്രവൃത്തി നമ്മളിടത്തിൽ നോക്കുന്ന കർത്താവിന് ഹല്ലേലൂയ പ്രവൃത്തിപഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മളിൽ കണ്ട അവിശ്വസ്തത കാരണം, ഇസ്രായേൽ ജനത്തിന്റെ അബ്രഹാമിന്റെ സന്തതിയിൽ കണ്ട അവിശ്വസ്തത, അവരുടെ അവിശ്വാസം, അവർ കർത്താവിനെ വിട്ട് തിരിഞ്ഞു പോയത്, കർത്താവ് ചെയ്ത നിയമത്തെ അവർ ഹല്ലേലൂയ മറന്നുപോയത് കൊണ്ട് ഇതാവൻ ഹല്ലേലൂയ ഇറങ്ങി വന്നു. ഹല്ലേലൂയ അല്പം മുൻപ് ദൈവദാസി പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം ദൈവം എന്നുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഹല്ലേലൂയ ഇതാ ഇറങ്ങി വന്നു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്റെ പിതാവിന്റെ മുൻപാകെ അനുസരണത്തോടെ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല അധികാരങ്ങളും അവന്റെ കരങ്ങളിൽ കൊടുത്തു. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ മൃഗങ്ങളുടെ പിളർപ്പുകളിൽ കൂടെ നടന്ന നിയമത്തെ നീയും ഞാനും ലംഘിച്ചപ്പോൾ ഇതാ ഒന്നുകൂടെ ആ വാഗ്ദത്തത്തെ ഉറുതിപ്പെടുത്തുവാനായി, ആ വാഗ്ദത്തത്തെ സ്ഥിരീകരിക്കുവാനായി അവൻ കാൽവറിയിൽ പിളരപ്പെട്ടു. അവന്റെ ശരീരം രണ്ടായി പിളർന്നു. തിരശീല കീറുന്നത് പോലെ അവന്റെ ശരീരം പിളർന്നു. ഇത് വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറുവാനുള്ള ഹല്ലേലൂയ സ്തോത്രം ആ പ്രാഗൽഭ്യം നിനക്കും എനിക്കും ഉണ്ടാകുവാനായി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ശലോമോൻ ദേവാലയം പണിതു കഴിഞ്ഞപ്പോൾ, സകലതുമായി കഴിഞ്ഞപ്പോൾ പ്രാകാരത്തിൽ നിൽക്കുന്നവർക്ക് കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അതിവിശുദ്ധ സ്ഥലത്തിൽ ഇറങ്ങി നിൽക്കുന്ന ശെഖേനായുടെ ചിറകിന്റെ അറ്റം മാത്രമേ അവിടെ പ്രാകാരത്തിൽ നിൽക്കുന്നവർക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെ അല്ല കേട്ടോ. കർത്താവിന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവന്റെ ശരീരം നമുക്ക് പിളർന്നു തരികയോ. ഹല്ലേലൂയ. മൃഗത്തിന്റെ ശരീരം അല്ല കേട്ടോ, മൃഗത്തെ പിളർന്നതിൽ കൂടി അല്ല കേട്ടോ. കർത്താവിന്റെ ശരീരം പിളർക്കപ്പെട്ടത് നിമിത്തം അഗ്നിനാളങ്ങൾക്കൊത്ത നാവുകളാൽ ഇറങ്ങി വന്ന ഓരോരുത്തരുടെ മേലും പതിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു ആ ശക്തി? ജീസസ് വിശുദ്ധ മന്ദിരത്തിലേക്ക് അങ്ങ് അറ്റം മാത്രം കണ്ട ശെഖേന നമ്മുടെ അകത്തേക്ക് ഇങ്ങ് കടന്നു വന്നു. നമ്മുടെ അകത്തേക്ക് ഇങ്ങ് കടന്നു വന്നു. പ്രിയ ദൈവ ജനമേ, വിശുദ്ധ സ്ഥലത്തിലുണ്ടായിരുന്ന ശെഖേന നിന്റെയും എന്റെയും അകത്തേക്ക് തുളച്ചു കയറുകയാണ്. പതിയുകയാ. ഏറ്റെടുത്താട്ടെ, പ്രാപിച്ചാട്ടെ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചാട്ടെ, അന്യഭാഷകളിൽ ആരാധിച്ചാട്ടെ. നിയമം തെറ്റിച്ചത് കാരണം പിളർന്നു പോകേണ്ടതായ എന്നെയും നിന്നെയും മാറ്റി നിർത്തിയിട്ട് അവൻ പിളരുവാൻ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ മേൽ പകർന്ന് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് യോഗ്യത തന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ പറഞ്ഞില്ലേ, യോബിന്റെ പുസ്തകം ആ 33-ാം അധ്യായത്തിലേക്ക് നാം താഴോട്ട് കടന്നു വരുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറയുകയാണ്. അതിന്റെ 23-ാം വചനത്തിൽ പറയുന്നു, മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ
എന്താ? മനുഷ്യൻ ദുഷ്കർമ്മത്തിലായിപ്പോയി, പുരുഷന്റെ ഗർഭത്തിലായിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ വിടുവിക്കപ്പെടണമെങ്കിൽ മധ്യസ്ഥനായ ഒരു ദൂതനുണ്ടെങ്കിൽ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെ. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാ, നിന്റെ ദുഷ്കർമ്മത്തിലിരുന്ന് നിന്നെ രക്ഷിക്കുവാൻ, പുരുഷന്റെ ഗർഭത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ ഒരു മധ്യസ്ഥനായ ഒരു ദൂതൻ ഉണ്ടെന്ന് വരിക. 24-ാം വചനം, അവൻ കൃപ വിചാരിച്ചു, അവങ്കൽ ചെവി തുറന്നപ്പോൾ ചെവി കേൾക്കുവാൻ കാതോർത്ത് കൊടുത്ത നിന്റെയും എന്റെയും മേൽ അവൻ കൃപ വിചാരിച്ചു. സുവിശേഷത്തിന്റെ നാദം നമ്മുടെ കാതുകളിൽ ധ്വനിച്ചപ്പോൾ, ഹല്ലേലൂയ, ചെവി തുറന്നു കൊടുത്തപ്പോൾ, ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ, ഇതാ അവന് മധ്യസ്ഥനായ ദൂതന് നിന്നോട് എന്നോട് കൃപ വിചാരിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപ വിചാരിച്ചു. അർഹതയില്ലാത്ത സ്ഥാനത്ത്, പിളർന്നു പോകേണ്ട സ്ഥാനത്ത്, രക്തം ചിന്തി ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഇതാ മധ്യസ്ഥനായ ഒരു ദൂതൻ ഹല്ലേലൂയ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ഓടിച്ചു കടന്നു ചെല്ലട്ടെ. നിങ്ങൾ ആ വചനം വായിച്ചു ധ്യാനിക്കണം പ്രിയമുള്ളവരെ. അതിനകത്ത് ആഴമേറിയ മർമ്മമുണ്ട്. അവിടെ പറയുകയാണ്, കുഴിയിൽ ഇറങ്ങാതെ വേണം ഇവനെ രക്ഷിക്കണമേ. എന്താ കൃപ വിചാരിച്ചപ്പോൾ പറഞ്ഞത്? ഇവൻ കുഴിയിൽ പോകരുത്, നാശകരമായ കുഴിയിൽ ഇവൻ താണുപോകരുത്, ചേർച്ചിൽ ഇവൻ താണുപോകരുത്, ഹല്ലേലൂയ, പിശാചിന്റെ അഥവാ പാതാളത്തിൽ ഇവൻ താണുപോകരുത്. സ്തോത്രം. ഇറങ്ങാതെ വേണവനെ രക്ഷിക്കണം. ദൂതനോട് പറയുകയാണ് രക്ഷിക്കരുത്. ദൂതൻ ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ് രക്ഷിക്കണം. ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതാ സ്തോത്രം, സിംഹാസനത്തിന്റെ മുൻപിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ഞാൻ നിൽക്കുന്നത് കണ്ടു. അവൻ മാത്രം യോഗ്യൻ. അവൻ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തിനായി നിങ്ങളെ വിലക്ക് വാങ്ങിയിട്ട് അവൻ മധ്യസ്ഥം പറയുക. ഇവൻ എന്റെ മകളോ, ഇവൻ എന്റെ മകനോ, ഇവൻ നിൽക്കട്ടെ, ഇവന് ഞാൻ വെള്ളവും വളവും ഒക്കെയും കൊടുക്കാം, ഇവൻ ഫലം കായ്ക്കും, ഇവൻ എനിക്ക് പ്രയോജനപ്പെടും, ഇവൻ എന്റെ രക്തത്തിന്റെ വിലയോ. അവിടെ പറയുകയാണ്, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. മറുവില. ഓ റിബറക ശന്ധരേദന. ഹല്ലേലൂയ, അബ്രഹാമിനോട് തീയായി ഇറങ്ങി വന്ന് നിയമം ചെയ്തു. ദാവീദിനോട് ലവണ നിയമത്താൻ നിയമം ചെയ്തു. ആരോനോട് ലവണ നിയമത്താൻ നിയമം ചെയ്തു. എന്നാൽ ഇതിലൊന്നും മനുഷ്യൻ ഹല്ലേലൂയ തന്റെ ദുഷ്കർമ്മം വിട്ട് തിരിയുന്നില്ലെന്ന് കണ്ടപ്പോൾ, ഹല്ലേലൂയ, കാൽവറിയുടെ കൊലക്കളത്തിൽ തന്റെ രക്തത്താൽ നിയമം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രമിതാ, പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ തീയായി ഇറക്കിക്കൊണ്ട് വീണ്ടും നിയമം ഹല്ലേലൂയ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്, ഹല്ലേലൂയ, മറുവില, കാൽവറിയുടെ രക്തം നമുക്ക് വേണ്ടി ഒഴിച്ച മറുവില, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നത് മറുവില, ഹല്ലേലൂയ, മറുവില കണ്ടിരിക്കുന്നു. ദൂതൻ പറയുകയാണ്, ഞാൻ കണ്ടിരിക്കുന്നു. അന്ന് കണ്ടതാ 2000 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങി വന്ന കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, 25-ാം വചനത്തിൽ പറയുന്നു, ഈ മറുവിലക്കകത്ത് കടന്നുപോയി കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ അതാണ് പാസ്റ്റർ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ തമാശ രൂപത്തിൽ ചിരിച്ചെങ്കിലും എന്റെ കയ്യിൽ കർത്താവ് ഇന്ന് ഈ രാവിലെ ഈ വചനം തന്നപ്പോ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആ പാസ്റ്റർ പറഞ്ഞതിനെ അങ്ങ് ഏറ്റെടുത്തു. 25-ാം വചനത്തിൽ പറയുകയാണ്, അപ്പോൾ എപ്പോൾ ഈ മറുവിലക്കകത്ത് നീ വീണ്ടെടുത്ത്, നീ രക്ഷിക്കപ്പെട്ട് കുഴിയിലിരുന്ന് വീട് കഴിയുമ്പോൾ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടി വെക്കും. ആമേൻ. അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. ഒരു തിരിഞ്ഞുവരവ്. റിബറമന ശാന്തരേദന. ശരിയാ, എന്നോട് വയസ്സ് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് 18 വയസ്സാണ്. എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ ഞാൻ പറയുന്നത്, അത് അങ്ങനെ പറയുന്നത് കേൾക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. എടാ, വയസ്സായി പോയി എന്ന് പറഞ്ഞാ പറയാം, പിന്നെ അമ്മയ്ക്ക് എന്താ എത്ര വയസ്സാ എന്ന് ചോദിക്കും. ഹല്ലേലൂയ, വയസ്സ് 55 കഴിഞ്ഞ് 56 പോന്നു കേട്ടോ. പക്ഷേ സ്തോത്രം, എന്നോട് ആര് വയസ്സ് ചോദിച്ചാലും പറയും 55 ഉണ്ട്,
പക്ഷേ എന്റെ വയസ്സ് 18. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ പ്രിയ കർത്തദാസന് ഹല്ലേലൂയ ഷാജി പാസിനോടല്ല ബെൻസിയ പാസിനോട് എപ്പോഴും ഞാൻ പറയും, എടാ കുഞ്ഞെ എനിക്ക് 18 വയസ്സേ ആയുള്ളടാന്ന് പറയും. കണ്ടാലും പറയൂന്ന് പറയും. അങ്ങനെ ഞങ്ങൾ തമാശ പറയുന്നു. പക്ഷേ ഈ വചനം ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവം തന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തുള്ളിച്ചാടി. അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും. അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നാം കർത്താവ് വന്ന് രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ ദൂതന്മാരെ പോലെ സ്തോത്രം. മുടന്തുള്ളവർക്ക് മുടന്തില്ല, കുരുടർക്ക് കുരുടല്ല. പിന്നെ സ്തോത്രം, വാർദ്ധക്യത്തിലായി മരിച്ചവരൊക്കെ ഈ യൗവന ദൃഷ്ടിയോടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്കൊന്ന് വിശ്വസിക്കാമോ? ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ശൈശവ ബാല്യപ്രായത്തിലേക്ക് ഞാൻ തിരിഞ്ഞു വരുമെന്നും ഹല്ലേലൂയ സ്തോത്രം യൗവന ചൈതന്യത്താൽ ഞാൻ പുഷ്ടിവെക്കുമെന്നും ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുമെന്നും എന്റെ കർത്താവ് വരുന്നത് വരെ ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് എന്റെ കർത്താവിനെ എതിരേൽക്കുവാൻ ഞാൻ ആരോഗ്യമുള്ളവളായി, ഞാൻ ചൈതന്യമുള്ളവളായി ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം. ഞാൻ കർത്താവിനോട് എപ്പോഴും പറയും, കർത്താവ് രോഗക്കിടക്കയിലൊന്നും കിടത്തല്ലേ അപ്പച്ച. സ്തോത്രം, നിനക്ക് വേണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചു. 2 കാലിൽ നടക്കുന്നത് വരെ സ്തോത്രം ഇന്ന് വരാനും തയ്യാറാ. യോഗ്യമായെങ്കിൽ ചുമ്മാ പോയിട്ടൊന്നും കാര്യമില്ലേ. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയാം നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോയതും നിന്നതും എല്ലാം വ്യർത്ഥം. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ ആയെങ്കിൽ എന്നെ അങ്ങ് വിളിച്ചേക്കണം. സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമ്മളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു, നമ്മളെ വിട്ടുവിക്കുന്നു, രോഗബന്ധനം അഴിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മളെ വിട്ടുവിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്കൊന്ന് വ്യത്യസ്തമായി ചിന്തിക്കാം. ഹല്ലേലൂയ. ഞാൻ യൗവനത്തിലേക്ക് മടങ്ങി വരുമെന്നോ, ബാല്യപ്രായത്തിലേക്ക് മടങ്ങി വരുന്നു, ഞാൻ പുഷ്ടിയുള്ളവളായി തീരുമെന്നോ. ആരെങ്കിലും രോഗത്താൽ ഹല്ലേലൂയ സ്തോത്രം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹല്ലേലൂയ സ്തോത്രം ഈ ബ്ലഡ് ഷുഗർ ഒക്കെ കൂടിയെന്ന്. എന്റെ ചേച്ചി അമേരിക്കയിൽ നിന്ന് വിളിക്കണോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മള് മറ്റുള്ളവരെ നോക്കിയിട്ട് പറയും, ഓ എന്തോ ഒരു വചന ശുശ്രൂഷ. സ്തോത്രം. നല്ല പ്രിയമുള്ളവരെ, നാം അങ്ങനെ ആയിത്തീരണം. വില മുടക്കണം, ദൈവസന്നിധി കാത്തിരിക്കണം. വില